പിന്നെ ഭയങ്കര കള്ളിയാണ്. ഞാൻ പല നുണകളും പറയും. എനിക്ക് മൂഡ് വന്നില്ലെങ്കിൽ ഞാൻ മൂടായെന്ന് പറയും. ഞാൻ അഭിനയിക്കും. ഓഹോ മൂടായി കേട്ടോ എന്ന് പറയും. ടിഷ്യൂവിന് പകരം കയ്യിലാവാം. അവിടെ ഒന്നും ഇതിങ്ങനെ തലോടണം. ഇങ്ങനെ പതുക്കെ നമ്മളിങ്ങനെ തലോടുന്ന സമയം നമ്മുടെ കണ്ണും മുഖം വേറെ നല്ല റൊമാൻസും. ആണുങ്ങളെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പാടോ, പൊട്ടന്മാരാ. പക്ഷെ നല്ല ഇഷ്ടപ്പെട്ടത് നമുക്ക് അഭിനയിക്കാൻ പറ്റില്ല. ഈ ചില വൃത്തികെട്ടന്മാരുണ്ട്, ഓക്കെ, അവരുടെ അഭിനയിക്കാൻ മണ്ടന്മാരാ. അവരോട് അഭിനയിക്കണം. കുക്കുംബർ ഇങ്ങനെ പതുക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ പതുക്കെ ദൈവമേ നാളെ ഫുള്ള് റെക്കോർഡായിരിക്കും. ടിഷ്യൂവേ, ഞാനും ടിഷ്യൂ ഫേമസ് ആയി. നാളെ ടിഷ്യൂവും ബീച്ചേജി യൂട്യൂബിൽ ഫേമസാ. ടിഷ്യൂവിന് തിരുമ്പി ടിഷ്യൂ ഇങ്ങനെയായി. നാളെ ടിഷ്യൂവും ബീച്ചേച്ചിയും ഫേമസാ. നാളെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ടിക്ടോക്കിലും യൂട്യൂബിലും ഉള്ള ആപ്പിലും നാളെ ഞാനും ടിഷ്യൂമാൻ തിരുമ്മിക്കൊണ്ടിരിക്കുന്ന കാണാം. സത്യം ചേട്ടാ. ഇന്നലെ ഞാൻ മിന്നാൻ ഇവിടെ കിടന്നതാണ്. ഇവിടെ, ഓക്കെ. ഞാൻ ഈ സോഫയിൽ കിടന്നിട്ട് ഒരു കഥ പറഞ്ഞു. ബോയ് ഫ്രണ്ടും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങൾ. അതുവരെ ഇൻസ്റ്റയിൽ ഓടിക്കൊണ്ടിരിക്കുക. 1 മില്യൺ കഴിഞ്ഞു. ഒന്ന് ആലോചിക്കുക. ഇന്ന് നാളെ യൂട്യൂബില് ഈ ടിഷ്യൂവിനെ വെച്ച് ഇങ്ങനെ തിരുമ്മി നല്ല ദൈവമേ. കളി അറിയുന്നവരെ പറ്റിക്കാൻ പറ്റൂല. അതൊക്കെ പറ്റിക്കും, കളി അറിയുന്നവരെ പറ്റിക്കാൻ പറ്റില്ല. സത്യം. എന്നാ ഒരുത്തി തടവി പറ്റിച്ച്. ചേട്ടാ തടവാൻ ഒരുപാടേരും കൊടുക്കരുത്. കളി മസ്റ്റ്. അതൊരു 2.5-3 മണിക്കൂർ. കളിയിൽ മാത്രം കാര്യമില്ല, നമ്മളെല്ലാം ചെയ്യണം. മനസ്സിലായോ? വായിലെടുത്ത് മൈരേ, ഞാൻ കണ്ട ആളുകളുടെ സാമാനം മുതൽ ചെയ്യാറുണ്ട് കേട്ടോ. ചെയ്യലില്ലെന്നല്ല, ഓഫ് കോഴ്സ് ഞാൻ ചെയ്യലൊക്കെ. അത് എനിക്കും മനസ്സിന് തൃപ്തിയും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് അവൻ. വേറെ സ്ത്രീയുടെ അടുത്ത് പോവാത്തവനാണെങ്കിൽ ഞാൻ ചെയ്യും, അല്ലാതൊന്നും ഞാൻ ചെയ്യില്ല. പോടോ, ഞാൻ എനിക്കതിനോട് താല്പര്യമില്ല. പല പെണ്ണുങ്ങളുടെ സാമാനത്തിലടിക്കുന്നതിന്റെ സാമാനം ഞാൻ അതിന് മൂഞ്ചേണ്ട ആവശ്യം താല്പര്യമില്ല. ഓക്കെ, എനിക്ക് കോൺഫിഡന്റ് ആയാളുടെ മാത്രം ഞാൻ മൂഞ്ചും. ചെയ്തിട്ടുണ്ടില്ലെന്നല്ല, ഓക്കെ, ചെയ്യലുണ്ട്. അത് എങ്ങനെ മൂഡ് ഏച്ച് ബൈ. ഞാൻ ഇതിന് നുണ പറയണം? ബിജു ഒരിക്കലും നുണ പറയാറില്ലല്ലോ. ഞാൻ ചെയ്തിട്ടില്ലെന്നല്ല, ഓക്കെ. എനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിനെ മാത്രം. അത് എത്ര മണിക്കൂറല്ലെങ്കിൽ ഇപ്പം വെളുപ്പിന് വരെ ചെയ്യണോ, ഞാൻ അവിടെ കിടന്നുറങ്ങും. അതെന്റെ ഇഷ്ടം. അത് ഞാൻ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കണം, അല്ലാണ്ടില്ല. ഓക്കെ. 28കാരൻ എവിടെ ബിജി? എന്തൊരു മയിരിന്റെ അടി. തടവിയാലും മൂഡ് ആകുമല്ലോ. തടവിയ മൂടാവും, നല്ല മൂഡ്. ബാങ്ക് വിളിക്കുന്നു, വെയിറ്റ്. ബാങ്ക് വിളിക്കുന്നു. ആ ടിഷ്യൂലുണ്ടല്ലോ ഇങ്ങനെ നിവർത്തണം. കുടിച്ചിട്ട് ഇങ്ങനെ. ഞാൻ അവനോട് കിടത്തി. അവർ വന്നാൽ ഞാൻ കഥ സ്റ്റോപ്പാക്കും. ഓക്കെ, ഭയങ്കര ചമ്മലായതുകൊണ്ട്. കാരണം എനിക്ക് അങ്ങനെയാണ്. ഞാൻ കൂടുതലും മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ മുന്നിൽ ഞാൻ കഥ പറയില്ല. എന്നിട്ട് ഞാൻ അവനവിടെ കിടത്തിയിട്ടുണ്ടല്ലോ, അവൻ്റെ നിക്കറിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കൈയിട്ട്, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കുറേ നേരം തലോടാൻ മാത്രമല്ല അവന് നിബിളും. എന്നിട്ട് അവൻ എന്നോട് പറയാൻ നിബിളും പിടിച്ച് തിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് അവൻ്റെ മുലക്കാണ്ട് രണ്ടും പിടിച്ചിങ്ങനെ തിരിച്ച് ഇങ്ങനെ. അപ്പം എന്നോട് അവൻ പറഞ്ഞു മുഖത്തെ എക്സ്പ്രഷൻ ഇടുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവൻ എന്നോട് പറഞ്ഞു മുഖത്ത് നോക്ക് എന്ന് പറഞ്ഞു. ഇങ്ങനെ പിടിച്ച് തിരിച്ച് ഇങ്ങനെ അടിച്ച് ഞാൻ അവൻ്റെ മുഖത്ത് നോക്കും. പിടിച്ചിങ്ങനെ പതുക്കെ തിരിക്കും. ആഹാ, എനിക്കെന്നെ ഉണ്ടാവുന്നു മൈൻഡ്. പിടിച്ചിങ്ങനെ തിരിച്ചു. ഇന്ന് ഏതെങ്കിലും വേട്ടാവളിമല വരുത്തോന്ന് കിട്ടുമോ നോക്കട്ടെ. വെയിറ്റ്, ബട്ടർ ഇത് എവിടെ?
എടാ നൗഷുമായിട്ടൊരു ബന്ധം എന്തിനാണ് എനിക്ക് നൗഷാദ്? എന്തിനാ എനിക്ക് നൗഷാദായിട്ടുള്ള ബന്ധം? നൗഷാദ് എവിടെ കിടക്കുന്നു? എന്റെ പിള്ളേർ എവിടെ കിടക്കുന്നു? ബട്ടർ ഇതെവിടെ? ചേച്ചി നല്ല മൂടില്ല. ബട്ടർ ഇപ്പൊ നോക്കിക്കേ നമ്മള് ലൈവ് എപ്പടി റൈസിക്ക. നമ്മൾ ഒരിക്കലും, എനിക്ക് ഇന്ന് എന്റെ വിവേടം പറഞ്ഞു, നമ്മൾ ഒരിക്കലും തളരരുത്. നിന്റെ ജോലി, നിനക്ക് കാശ്, നിന്റെ മക്കള്, നിന്റെ ലൈഫ്. ഇപ്പൊ എപ്പോഴും ബട്ടർ നമ്മുടെ ലൈവ് എങ്ങനെ പോകുന്നു? ബട്ടർ വരുമ്പോ ഓക്കെ അല്ലേ? പഴയ പോലെ ആയില്ലേ? ചേച്ചി ഇന്ന് എങ്ങനെ ആവാൻ തീരുമാനിച്ചു? റൈസക്ക, നമ്മൾ ഒരാളെ തന്നെ പറയട്ടെ, എല്ലാവരും കമന്റ് വായിക്കുക, എല്ലാവരും സന്തോഷിപ്പിക്കുക, എല്ലാവരും മെസ്സേജ് വായിക്കുക. ഹലോ, ഞാൻ എൻ്റെ റൂമിലുണ്ട് ബുർജുമാല്. ഫുൾ ടൈം 24 hours ഉണ്ട് കേട്ടാ. ഇല്ല, നിങ്ങൾ എപ്പോഴാ വരുന്നേ? എത്ര മണിക്കാന്ന് പറയടോ? ആ ടൈമിലുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഓക്കെ, എപ്പടി മൈനോ അല്ല ബട്ടറോ, എങ്ങനെയുണ്ട്? നമ്മൾ ഈ വൈബിൽ കൊണ്ടുപോകണം. നമ്മൾ ഒരിക്കലും നമ്മൾ എപ്പോഴും സങ്കടപ്പെടാൻ പാടില്ല. ഒരാളും നമുക്ക് കൊണ്ടുതരില്ല. എൻ്റെ വിവേകൻ എനിക്ക് നല്ല സപ്പോർട്ടാ, ഷഡു നല്ല സപ്പോർട്ടാ, ബട്ടു നല്ല സപ്പോർട്ടല്ലേ. ഇതൊക്കെ മതിന്നേ. റൈസുക ഇതല്ല ആഗ്രഹിച്ചാണ്. എന്നിട്ട് ഒരാളുടെ മെസ്സേജ് തന്നെ വായിക്കുക, ഒരാളെ മാത്രം ചെയ്യും. അപ്പൊ ആൾക്കാർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. നമ്മളെല്ലാവരും കമന്റ് വായിക്കണം. ബ്ലൗസ് കിട്ടി തയ്ച്ചു വെച്ചു, പക്ഷെ ഇന്ന് ആള് വരുമെന്ന് അറിയില്ല. ഇക്ക വരണം. ഞാൻ ഇന്ന് വീറടിച്ചിട്ടുണ്ടെണ്ണം. എന്തുകൊണ്ടെന്നറിയോ? വിവിയേട്ടന് 3 ദിവസം 5-6 ദിവസം ലീവ്, വീട്ടിൽ പോയിരിക്കുന്നു. എനിക്ക് സങ്കടമായി. പിന്നെ വോയിസ് കിട്ടീന്. തിങ്കള് ചൊവ്വ ബുധൻ വ്യാഴം, ചൊവ്വ ബുധൻ വ്യാഴം, ഈ 3 ദിവസത്തിനുള്ളിൽ 2.5 മണിക്കൂർ എൻ്റെ അടുത്ത് വന്നിരിക്കാന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞാ പോരായിരുന്നു. ഈ 3 ദിവസത്തിനുള്ളിൽ എന്നെ കാണാൻ വരും. ലീവല്ലേ ഓണത്തിന്റെ. അപ്പൊ ചിലപ്പോ സദ്യ ഉണ്ടാക്കും. എന്നെ കാണാൻ വരാന്ന് പറഞ്ഞു. 2.5 മണിക്കൂർ എൻ്റെ അടുത്തുണ്ടാവും. 2.5 മണിക്കൂർ. പിന്നെ ലീവല്ലേ 3 ദിവസം. ആ നേരത്തെ കഴിഞ്ഞൊന്ന് കള്ളു കുടിച്ചിനോ. വരും, എന്നെ കാണാൻ വരാന്ന് പറഞ്ഞു. തിങ്കളായില്ല, ചൊവ്വ ബുധൻ വ്യാഴം, 3 ദിവസം കൊണ്ട് 3 ദിവസത്തിനുള്ളിൽ എല്ലാം വായിച്ചിട്ട് റീപ്ലൈ കൊടുക്കണം. മുപ്പൻ്റെ പോലെ മുൻപത്തെ പോലെ എല്ലാവരും കമന്റ് നമ്മൾ വായിക്കണം. ഒരാളുടെ കമന്റ് തന്നെ വായിച്ചുകൂടാ. നമുക്ക് എല്ലാവരും കമന്റ് വായിച്ച് റീപ്ലൈ കൊടുക്കണം. അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല മോളെ. സീരിയസ്ലി ഇന്ന് 100 കുറഞ്ഞിട്ടില്ല ഇവിടെ.